ഞാനൊരു കാര്യം പറയാം, രണ്ടുപേർക്കും തോന്നുമ്പോൾ പോകാനും തോന്നുമ്പോൾ വരാനുമേ ഇത് സത്രമല്ല. സത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. അയ്യോ, ഇത് ലോഡ്ജ് അല്ല, ഇത് പാർട്ടി ഓഫീസാണ്. ആ ഇപ്പം എന്താണ് ഇനി സ്ഥിരമായിട്ട് ഇതിൽ തന്നെ ഉണ്ടാവുമോ? മര്യാദയ്ക്കാണെങ്കിൽ രണ്ടുപേർക്കും ഇവിടെ നിൽക്കാം കേട്ടോ. ആ അതെ, എന്താണ് രണ്ടാളും എന്തോ മലങ്കോട് കൊണ്ടുവന്നു പറഞ്ഞു? നമ്മുടെ പ്രസിഡന്റ് ചില അനാവശ്യ ഇടപാടുകളുണ്ട്. അനാവശ്യ ഇടപാടുകൾ. അനാവശ്യ ഇടപാടല്ല, അനാശാസ്യം. രണ്ടെണ്ണത്തിന് ആവശ്യമില്ലാതെ ഒരു നല്ല മനുഷ്യനെ കുറിച്ച് അതൊന്നും പറയരുത്. നീയൊക്കെ പാർട്ടിയിൽ നിന്ന് മാറിയപ്പോ എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടാ. ഇത് അതുപോലെയൊന്നല്ല, വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ എന്തോന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞുകൊടു. നമ്മുടെ പ്രസിഡന്റ് അവിടെ LP സ്കൂളില്ലേ, LP സ്കൂളിന്റെ പുറകില് ആള് ഒഴിഞ്ഞ ഒരു വീടുണ്ട്. ആ വീട്ടില് പ്രസിഡന്റ് ചില പോക്കുവരവുകളൊക്കെ ഉണ്ട്. ആ വീട് അയാള് വാങ്ങിയിട്ടുണ്ടാവും ആ സ്ഥലമൊക്കെ, അപ്പൊ പോക്കുവരവ് ചെയ്യണമല്ലോ. അത് അതിന്റെ കാര്യങ്ങൾ അങ്ങനെയല്ല. പിന്നെ രാത്രിയാകുമ്പോൾ വേഷം മാറി ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സന്ദർശനം ആ വീടുമായിട്ട് നമ്മുടെ പ്രസിഡന്റ് സത്യത്തിൽ നിങ്ങൾ കണ്ടോ? നമ്മൾ കുറെ ദിവസമായി വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആള് നമ്മുടെ പ്രസിഡന്റ് തന്നെ. നമുക്കിത് കൈയോടെ പിടിക്കണം നേതാവേ, എന്നിട്ട് ആ പ്രസിഡന്റ് നാറ്റിക്കണം. അയാൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചോണ്ട് പോട്ടെ, നമ്മളിപ്പോ നാറ്റിച്ചിട്ട് നമുക്ക് എന്താ ഗുണം? ആ പ്രസിഡന്റ് കളി പുറത്തായി കഴിഞ്ഞാലേ ഇതിന് ഗുണം ആർക്കാ? ആർക്ക് ഗുണം? നേതാവിന്. എനിക്കെന്തോന്ന് ഗുണം? ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അപ്പൊ പിന്നെ അടുത്ത പ്രസിഡന്റ് ആരാ? നേതാവ് ആരാണ്? പ്രസിഡന്റ്. ഞാൻ അത്രയ്ക്ക് കൂടെ ചിന്തിച്ചില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ പോലെ പോയാലോ, പൊക്കിയാലോ പ്രസിഡന്റിനെ? ഇപ്പൊ പോയിട്ട് എന്ത് ചെയ്യാ? രാത്രിയാണ് പരിപാടികളൊക്കെ. രാത്രി പോയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ പ്രസിഡന്റിനെ പൊക്കും. പ്രസിഡന്റിന്റെ ചുട്ടിക്കളി നമ്മൾ ഇന്നത്തോടെ അവസാനിപ്പിക്കും. ഇത് കഴിഞ്ഞ പിന്നെ ഞങ്ങളാരാ? നിങ്ങളാരാ? നേതാവിന്റെ ഇടങ്കയും വലങ്കയുമായിരിക്കും. പ്രസിഡന്റ് കാര്യം ഇന്നത്തോടെ അവസാനിപ്പിക്കും. നാളെ മുതൽ പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുന്നത് ഞാനായിരിക്കും.